ഒരു കാലത്ത് വിവിധ പാർട്ടികൾക്ക് അത്ഭുത കുട്ടിയായിരുന്നു സാക്ഷാൽ അബ്ദുള്ള കുട്ടി. ഉറപ്പായിട്ടും BJPയുടെ അഖിലേന്ത്യാ ഉപാധ്യക്ഷനായിരുന്നു. ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിയുടെ ഉപാധ്യക്ഷൻ. ഒരു ഭാഗ്യേ ഇതൊക്കെ എന്ത് ചെറിയ കാര്യമല്ല, വലിയ പദവിയാണ് BJP അബ്ദുള്ള കുട്ടിക്ക് നൽകിയത്. എടാ, നിന്നോട് സിംഹാസനത്തിൽ ഇരിക്കാൻ പറയാൻ കാരണം എന്താ? കാഴ്ചയിൽ സുന്ദരനും ജാതിയിൽ ഉയർന്നവനും വിദ്യാഭ്യാസം സമ്പന്നായതുകൊണ്ടാവാം. നമുക്ക് എല്ലാവർക്കും ഒന്നിച്ചിരുന്ന് കാണാം. പക്ഷേ ഇപ്പോഴിതാ എല്ലാം എടുത്തു മാറ്റിയിരിക്കുന്നു. വളരെ ഉയരത്തിൽ നിന്ന് താഴോട്ട് വീണ അവസ്ഥ, അതാണ് ഇപ്പോഴത്തെ അബ്ദുള്ള കുട്ടിയുടെ അവസ്ഥ. എടീ, ഒരു പാമ്പിനെയാണ് നീ നോവിച്ചത്. അതും വെറും പാമ്പല്ല, മൂർഖൻ. അതും വെറും മൂർഖനല്ല, കരിമൂർഖൻ. എന്തെങ്കിലും പദവി നൽകുമോ എന്നറിയില്ല, ഏതെങ്കിലും സംഘടനാ ഉത്തരവാദിത്തം നൽകുമോ എന്നൊന്നും അറിയില്ല. പക്ഷെ ഇതുവരെയും പ്രഖ്യാപിച്ചിട്ടില്ല. പക്ഷെ എനിക്ക് പ്രതീക്ഷയില്ല. അതുകൊണ്ട് അബ്ദുള്ള കുട്ടി ഇപ്പോൾ BJPയുടെ സാധാരണ അംഗം മാത്രമായി തീർന്നു. ഇനി അംഗത്വത്തിൽ നിന്ന് രാജിവെക്കേണ്ട പണി മാത്രമേ ഉള്ളൂ അബ്ദുള്ള കുട്ടിക്ക്. ഇതിപ്പോ പുതിയ സംഭവം ഒന്നല്ലല്ലോ, നമ്മൾ എപ്പോഴും ചെയ്യുന്ന പരിപാടിയല്ലേ. രാജിവെച്ച് എങ്ങോട്ട് പോകും എന്ന ചോദ്യം അദ്ദേഹത്തിന് മുന്നിലുണ്ടാകും. ഇനി വേറെ പാർട്ടിയില്ല. കോൺഗ്രസിലേക്ക് തിരിച്ചു പോയാൽ കോൺഗ്രസ് സ്വീകരിക്കുമോ? ഒരു സാധ്യതയുമില്ല. അതിനു മുമ്പ് CPM ആയിരുന്നു. CPM-ലേക്ക് തിരിച്ചു പോകാൻ ഒരിക്കലും നടക്കില്ല. പിന്നെയുള്ളത് മുസ്ലിം ലീഗ്, അതുപോലെ തന്നെ LDF-ലെയും UDF-ലെയും ചെറിയ ഘടക കക്ഷികളാണ്. അവിടെയൊക്കെ അബ്ദുള്ള കുട്ടിയെ ഉൾക്കൊള്ളാൻ കഴിയുമോ എന്ന ചോദ്യവും അവശേഷിക്കുന്നുണ്ട്. എന്തു തന്നെയായാലും ഒരു കാര്യം പറയാം, ഒന്നുമല്ലാതായിരിക്കുന്നു അബ്ദുള്ള കുട്ടി എന്നതിൽ സംശയമേ ഇല്ല. എത്ര കളി കണ്ടിട്ടുള്ളതാ നീ? ഒടുക്കത്തെ ഈ കളി കൂടി നീ ഒന്ന് കാണും. മൈ കണ്ടോളൻസ്, എന്റെ വിധി.